ഹലോ ഗായ്സ്, പുതിയൊരു ലെറ്റ്സ് പ്ലേ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്നെൻ്റെ വേൾഡിനകത്ത് ഷെയ്ഡ് ഇട്ടാണ് കളിക്കാൻ പോകുന്നത്. ഷെയ്ഡ് ഇട്ടിട്ട് എൻ്റെ വേൾഡ് കണ്ടെന്ന് നിങ്ങൾ പറയുക. ഞാൻ ഈ ഒരു കുളം ഇന്നത്തെ നമ്മുടെ ലെറ്റ്സ് പ്ലേയിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ട്രേഡിംഗ് ഹാളിൻ്റെ ബാക്കി പണി തുടരാൻ പോകുന്നത്. നമ്മൾ ട്രേഡിംഗ് ഹാളിൻ്റെ പണി ആകെ 2 വില്ലേജറിനെ ഞാൻ കൊണ്ടാച്ച് വെച്ച് ഹാർമർ തരുന്ന 2 വില്ലേജറിനെ ഇപ്പോൾ 2 ബേബി വില്ലേജറാടെ ബ്രീഡാക്കി. ഇനി അതിനെയും കൂടി നമ്മളെ ട്രേഡിംഗ് ഹാളിലേക്ക് ഉൾപ്പെടുത്തണം. ഇനി നമുക്ക് വേഗം പോയിട്ട് ട്രേഡിംഗ് ഹാളിൽ കയറിയിട്ട് ഇവനെയും കൂടി ഞാൻ അങ്ങോട്ടേക്ക് ഉൾപ്പെടുത്തി. ഇവനെന്നാ സംഭവം എന്ന് വെച്ചാൽ, ഇത് ബെഡ് റോക്കിനകത്ത് നമുക്ക് ഈ ഒരു സാധനം ഇവൻ്റെ മുമ്പിൽ വെച്ച് കൊടുത്ത് ഓനെ ട്രേഡ് ചെയ്താലോ ഓന് നമുക്ക് എന്തെല്ലാം തരികയെന്ന് വെച്ചാൽ 5 എമറാൾഡിന് ഒരു എൻട്രപ്പൂൾ തരുവൻ. ഇവനെ കൊണ്ടുള്ള ഉപകാരം അതാണ്. ഞാൻ ഷെയ്ഡർ ഒന്ന് ഓഫാക്കട്ടെ. അപ്പോൾ ഭയങ്കര ലാഗ് ഇട്ടിട്ട് ഷെയ്ഡർ ഇട്ട് കളിച്ചിട്ട്. അപ്പോൾ ഞാൻ ഷെയ്ഡർ ഇട്ടിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അങ്ങനെ ഞാൻ ഷെയ്ഡർ ഓഫാക്കി. ആ ലേഗൊക്കെ ഒന്ന് പോയി കിട്ടി. ഇന്നിനി ആ വില്ലേജർ വലുതാകുന്നവരെ നമുക്ക് ഈ ഇത് ഉണ്ടെങ്കിൽ ഈ റോഡ് അത് ഫുൾ ഫില്ല് ചെയ്യാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കണം. ഈ ഒരു ഭാഗം നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കണം. ഇത് നമുക്ക് ചെയ്യേണ്ടത് സ്റ്റോണ് കുറേ കളക്ട് ചെയ്യണം. സ്റ്റോൺ ബ്രിക്സ് ആക്കിയിട്ട് കുറച്ച് വുഡ് കളക്ട് ചെയ്യണം. ഇതാണ് എൻ്റെ ഓക്ക് ഫോറസ്റ്റ്. അടുത്ത വീഡിയോൻ്റെ അകത്ത് ഈ ട്രേഡിംഗ് ഹാളിൻ്റെ പണി മൊത്തം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിൻ്റെ പണി തുടങ്ങാം. മൈനിങ് ഏരിയ എൻ്റെ വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. മൈനിങ് ഏരിയയിൽ അതിൻ്റെ മുകളിൽ ഒരു പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കി ഒരു അടിപൊളിയാക്കണം. പില്ലർ ചെയ്ത് വെട്ടി മുകളിൽ നിന്ന് അവനങ്ങ് വിട്ട് ഞാൻ വെറുതെ പില്ലർ ചെയ്ത് എൻ്റെ വുഡ് നമുക്ക് നമ്മൾ ഈ വുഡ് അങ്ങ് മുറിച്ച് മാറ്റാം. 3 വുഡ് ഞാൻ പില്ലർ ചെയ്തു. ഓക്കെ, നമ്മുടെ വുഡ് കിട്ടി. നമ്മുടെ സാപ്ലൻസ് നമ്മളെ കയ്യിലോട്ട് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മളെ ട്രേഡിംഗ് ഹാളിലേക്ക് പോകാം. ഞാൻ നിങ്ങളെ കാണിക്കാണ്ടൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. AFK നിൽക്കുന്ന സ്ഥലം അയൺ ഫാമിൻ്റെ മുകളിൽ. അത് ഞാൻ നിങ്ങൾക്കിപ്പം കാണിച്ചു തരാം. പിന്നെ ഞാനൊരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കി ഗൈസ്. ഇതെനിക്ക് സ്കൈ ബ്ലോക്കിലാണ് ആവശ്യം. പക്ഷേ ഞാൻ ഈ ഒരു കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഈ സർവേ ലെറ്റ്സ് പ്ലേയിൻ്റെ അകത്ത് ഞാൻ ഉണ്ടാക്കി. ഇവിടെ നമ്മളിങ്ങനെ മൈൻഡ് ചെയ്താൽ മതി. ഇവിടെ തന്നെ അങ്ങനെ ഞെക്കി പിടിച്ചാൽ മതി. കാരണം ആടെ ഒബ്സിഡിയനാ, അത് അങ്ങനെയൊന്നും പൊട്ടൂല. അത് മെല്ലനെ പൊട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഞെക്കി പിടിച്ചെടുത്താൽ മതി. കുറേ നേരം നമുക്കൊരു സ്റ്റേക്കായിട്ട് കൊണ്ട് പോകാം. ഇത് 47 ചിലതൊക്കെ അങ്ങ് ലാവയിലേക്ക് വീണു. അത് ശ്രദ്ധിക്കണം. ഞാൻ ചത്ത് എന്താ ലാവയിലേക്ക് പോകാത്ത എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ പോയിട്ട് ഞാൻ എൻ്റെ AFK സ്ഥലം കാണിച്ചു തരാം. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ AFK സ്ഥലം. അങ്ങനെ രസമുണ്ടോ? എൻ്റെ ഹാൻഡ് ഫാമിൽ നിന്ന് നോക്കിയാൽ
നമുക്ക് നേരെ നമ്മുടെ ട്രേഡിങ്ങളിലേക്ക് പോവാം. ഗൈസ്, ഞാൻ നേരത്തെ മൈനിങ് ഏരിയൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇതാണ് എൻ്റെ വൃത്തികെട്ട മൈനിങ് ഏരിയ. ഇങ്ങോട്ട് നോക്കിയാലോ, അങ്ങ് കാണാൻ പറ്റും. നമുക്കങ്ങനെ നമുക്ക് പോയിട്ട് എൻ്റെ വുഡൻ ഓടെടുത്തിട്ട് വരാം. ഞാൻ എന്തിനാ ബെഡടച്ച്, ഞാനൊരു മണ്ടനാണ് ഗൈസ്. എൻ്റെ പേര് ഐദിൻ. ഓക്കെ, ഒരു ക്യാരറ്റാണ് എൻ്റെ കയ്യിൽ ബാക്കിയുള്ളൂ. അത് വേഗം തന്നെ പോയിട്ട്, സോറി മാൻ, ഐ എം സോറി. ഗൈസ്, ഇവനെ കൊണ്ട് നമുക്ക് ഉപകാരമുണ്ട്. ഇവൻ എന്തിനാ ആവശ്യമെന്ന് ചോദിച്ചാൽ ഞാൻ കാണിച്ചുതരാം. ഇവൻ്റെ അടുത്ത് നമുക്ക് ഓരോ ടൈപ്പ് മീനിനെയും വാങ്ങാൻ സാധിക്കുന്നതാണ്. നമുക്ക് എൻ്റെ അടുത്ത് കുറച്ച് എമറാൾഡ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് കുറച്ച് 3 മതി. 3 കൊണ്ട് നമുക്ക് എഴുതി തരുന്നതാണ്. ചങ്ങായി പോലെ എന്നെ കൊണ്ടൊരു കാര്യമുണ്ട്. ചങ്ങായി അതോ ഉറങ്ങല്ലടാ ബാബാ, ഞാൻ ഇന്നെ വന്നിട്ട് ട്രേഡ് ചെയ്യാനല്ലേ വന്നേ. എൻ്റെ പേര് ഐദിൻ. ചങ്ങായി, നീ എനിക്ക് എന്താവാനുള്ളതാണെന്ന് നിനക്ക് പണ്ടേ അറിയാമല്ലോ. എനിക്ക് ടൂൾസ് തരുന്നവൻ. ഗൈസ്, അവനെന്ത് പോക്കാ പോയത് നിങ്ങൾ കണ്ടില്ല. എൻ്റെ പേരായിട്ട് നമുക്ക് താഴെയുള്ളതെന്ന്. അതെ ഗൈസ്, ഇതാ ഒരു സ്റ്റേക്ക് നമ്മളെടുത്ത് നമ്മൾ ഓടുണ്ട്. നമുക്ക് കിടന്നുറങ്ങണം. എൻ്റെ പേര് ഐദിൻ. അങ്ങനെ ബെഡ് നമ്മുടെ കൈമേലോട്ട് എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ട്രേഡിംഗ് ഹാളിലേക്ക് പോവാം. ട്രേഡിംഗ് ഹാൾ ദ വേ. ഹൗ ആർ യു, വാട്ട് യു വാണ്ട്, നോ പ്രോബ്ലം. നമുക്ക് നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിളിൽ വെച്ച് നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ കോബിൾ സ്റ്റോൺ നമ്മൾക്ക് 20 മതിയാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 56 വുഡ് പ്ലാൻ ഉണ്ടാക്കാം. ഓക്കെ, യു ക്യാൻ ബി മൈൻക്രാഫ്റ്റ് ലെറ്റ്സ് പ്ലേ എപ്പിസോഡ്. യെസ്, എൻ്റെ പേര് ഐദിൻ. നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുകൂടി ആക്കാണ്ടെന്ന് തോന്നുന്നു ഗൈസ്. അത്രയും മതി ഗൈസ്. ഇവിടെ ഇനി നമുക്ക് ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ ഈ കോബിൾ സ്റ്റോൺ വെച്ചിട്ട് അടക്കാം. ഓക്കെ, ഇടയ്ക്ക് അങ്ങനെ നമ്മളതും അടിച്ചിട്ടുണ്ട്. ഇനി എന്താ ഫാർമർ ആയിക്കില്ല ഗൈസ്. ഓക്കെ, ഇവിടെയും ഇതും മൈ മിസ്റ്റേക്ക്. എൻ്റെ പേര് ഓക്കെ. ഞാൻ ഇനി നിങ്ങളെ ഇത് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. അങ്ങനെ ഞാനത് കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് ഈ വുഡുള്ള യോടങ്ങ് പ്ലേസ് ചെയ്യാം. ഞാനത് പ്ലേസ് ചെയ്തിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ്, നമ്മളെ ട്രേഡിംഗ് ഹാളിൻ്റെ ഓടിൻ്റെ പണി അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് മൊത്തം ചുറ്റി കാണിച്ചു തരാം.
ഹലോ മൈ വില്ലേജസ്. ഇതൊന്നും ഇങ്ങനെ ഇത് റോട്ടർ ഫ്രഷ് എന്താ ഇവനാവശ്യം ഗൈസ്? ഓ റോട്ടർ ഫ്രഷ് 31 കൊടുക്കണം. ചെയ്യണ്ടേ? നമുക്കെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി ഇങ്ങനത്തെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. കാരണം അല്ലെങ്കിൽ ആ മണ്ടൻ ചാടി വിടുന്നതാണ് ഗൈസ്. ചാടി മണ്ടന്മാരെ കൊണ്ട് ഭൂമിയിൽ ഭാരം ആണ് ഗൈസ്. ഭൂമിയിൽ ഭാരമാണ്. നമ്മളങ്ങനെ ബാക്കി പ്ലാറ്റ്ഫോം കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പുറത്തു നിന്നുള്ള ലുക്ക്. അതുകൊണ്ട് രസമുണ്ടോ? രസമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി നമുക്ക് ചെയ്യാനുള്ള വെച്ചാൽ ഇവിടെയും കൂടി ലൈറ്റ് വെക്കണം. അതിന് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോവുക. ടോർച്ചുണ്ടോ നോക്കുക. ടോർച്ചില്ല ഒന്നും ചെയ്യാനില്ല. ടോർച്ചില്ല പോകും. അങ്ങനെ വിട്ടാൽ പറ്റും. ഒരു ടോർച്ചിനെന്ന് വെച്ചാൽ നമ്മൾ ടോർച്ച് കൊണ്ടാ പോകുന്നു. പേര് ഇത് അല്ലേ മണ്ടൻ്റെ പോരേൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു. ട്രേഡിങ് ഹാളല്ലേ, അടുത്തൊക്കെ രാത്രി ഒന്നും പോകില്ല. വില്ലേജസ് മണ്ടന്മാരല്ലേ, പോലിട്ട് കിടക്കില്ല. നിങ്ങൾ വിചാരിക്കും ഇത്രയും ലൈറ്റ് നീ പുറത്ത് വെച്ചിക്കില്ല, അതെടുത്തൂടെ? നോ, അത് ഞാൻ രസത്തിന് വേണ്ടി വെച്ചതല്ല ഗൈസ്. അവിടെ എന്ത് വേണം? ലൈറ്റ് വേണം. എന്നാൽ മോബ്സ് ഒന്നും അവിടെ സ്പോൺ ആവില്ല. നമുക്ക് കുറച്ച് കോബിൾ സ്റ്റോൺ ഉണ്ടാക്കിയിട്ട് ഈ പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കിയിട്ട് പിന്നെ നമ്മുടെ വെള്ളത്തിലേക്ക് നമ്മളയ്യ വില്ലേജറിൻ്റെ അടുത്ത് വാങ്ങിയ മീനും കൂടിയും ഫിഷും കൂടി നമുക്ക് നമ്മുടെ കുളത്തിലേക്ക് ഒരു കുളവും ഞാൻ ഉണ്ടാക്കും ഗൈസ്. കുളം എൻ്റെ രസമില്ല, തീരെ രസമില്ലാത്തൊരു കുളമാണ് ഞാൻ ഉണ്ടാക്കിയത്. എൻ്റെ പോരേൻ്റെ മുമ്പിൽ ഇതാ ഒരു കുളം ഉണ്ടാക്കണം നമുക്ക്. അത് ഞാൻ കുറച്ച് ഒരു 15ാമത്തെ സീരീസ് ആകുമ്പോഴേക്ക് ഞാൻ അവിടെ ഒരു കുളം ഉണ്ടാക്കിയിരിക്കും. ഒരു 30 മതിയാവും ഗൈസ്. 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 31, 32, 33, 34, 35, 36 മതിയാവുന്നതാണ് ഗൈസ്. മതിയായിക്കില്ലെങ്കിൽ നമ്മൾ ശശിയാവും ഗൈസ്. ഞാൻ ഇവിടെയാണ് ഞാനൊരു പൂണ്ടുണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് കുളിക്കാനല്ല, അതിൻ്റെ അകത്ത് ഞാൻ ഫിഷിനെ വളർത്തുന്നതാണ്. ബാക്കി പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കാം. അതന്നെ അതന്നെ ഇനി അങ്ങനെ തന്നെ നമ്മുടെ മെഗാ ട്രേഡിംഗ് ഹാളിൻ്റെ പണി ഏകദേശം കഴിയാനായിട്ടുണ്ട്. മെഗാ ട്രേഡിംഗ് ഹാളിൻ്റെ മെഗാ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ മെഗാ സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു വില്ലേജറിനെ ഇവിടെ കൊണ്ടാക്കുക. അത്രയും വില്ലേജസിന് വേണം ഗൈസ്. ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോം ഉണ്ടാക്കണ്ട. എന്തായാലും നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ പണി ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെറിയൊരു പൂള്, ഞാൻ ഒരു പൂൾ ഉണ്ടാക്കിയിരുന്നു. 2 മീൻ വേണ്ടേ? ഇടുമ്പോൾ 2 മീനാകണ്ടേ? നമുക്ക് ഇവിടെ എവിടെയും കിടന്ന് ഉറങ്ങാം. അങ്ങനെ തന്നെ ഇന്നത്തെ നൈറ്റ് ഞാൻ ഉറപ്പിച്ചില്ല വെച്ചു. വേഗം ബെഡും പൊട്ടിച്ചിട്ട് നമ്മുടെ ട്രേഡിംഗ് ഹാളിലേക്ക് പോയിട്ട് ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ ഒരു കാര്യം കൂടി ചെയ്യാണ്ട്. നമ്മുടെ ട്രേഡിംഗ് ഹാളിൻ്റെ മുമ്പിൽ ഒരു 4 എമറാൾഡ് മുറിട്ട്. എന്തിനാന്ന് നിങ്ങൾ വിചാരിക്കും, ഞാൻ കാണിച്ചു തരാം. അല്ലെ 4 എമറാൾഡ് വേണം എൻ്റെ കയ്യിൽ. സോറി ബോയ്, നേരെ വിട്ടിട്ട് എനിക്കൊരു കാര്യം. നേരെ നമ്മളെ വീട്ടിനകത്തുള്ള 2 ഈ ഹാർമർ സ്റ്റാൻഡിനെ ഇങ്ങ് എടുക്കാം. എൻ്റെ ഫുഡ് തീർന്നു ഗൈസ്. ഫുഡ് തീർന്ന് ആവശ്യത്തിന് ഒരു ഫുഡും നമ്മുടെ കയ്യിലുണ്ടാവും. നമുക്ക് പൊട്ടിക്കാം.
അവിടെ പൊട്ടി ഗൈസ്. ഇനി നമുക്ക് ഇവിടെ എല്ലാം ഗൈസ് 50 കിട്ടി, ഇത്രയും പെട്ടെന്ന്. എന്നാൽ എൻ്റെ ക്യാരറ്റ് ഫാം വലുതാവില്ല. ഓക്കെ, ഞാനതും ചെയ്ത്. ഇനി എന്നാൽ ഞാൻ പറഞ്ഞ പണി എന്നറിയോ, ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്ന് എനിക്ക് ഒരു ആർമർ സ്റ്റാൻഡിനെ മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നീങ്ങുക. അവരെ ഞാൻ പൊട്ടിച്ചെടുത്തു. എന്നിട്ട് നമ്മൾക്ക് ഒരു പ്രൊജക്റ്റ് ചെയ്യാം. അവിടെ ഇതിങ്ങനെ വെക്കണം ഗൈസ്. എന്നാലും നല്ല രസം ഉണ്ടാവുള്ളൂ. അവിടെ അത് വെക്കണം. ഇല്ല, അവിടെ വുഡാക്കിയാൽ പോരെ. നീങ്ങുക. എൻ്റെ കയ്യിൽ ഒതുങ്ങുന്നില്ലല്ലോ. നമുക്ക് പോയിട്ട് ഒരു 6 വുഡ് കളക്ട് ചെയ്യാം. സോറി മൈ ബോയ്സ്, സോറി. നമ്മളെ എന്താണ് പണിയെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ എത്ര വുഡ് കളക്ട് ചെയ്ത്? 5 വുഡ് ആയിക്കാളുള്ളൂ. 1 വുഡിൻ്റെ കുറവാണ് ഗൈസ്. അത് എന്തായാലും വുഡല്ലേ, കുറേ ആവശ്യം വരും ഗൈസ്. വുഡാണ് ഗൈസ് ഏറ്റവും മോസ്റ്റ് എക്സ്പെൻസീവ് ബ്ലോക്ക് എന്ന് പറയുന്നത്. വുഡ് കയ്യിലെ ഒന്നും നടക്കില്ല. സാപ്ലിൻസൊക്കെ പിന്നെ കുഴിച്ചിടാം, ആദ്യം ചിലപ്പോൾ കുഴിച്ചിടും ഗൈസ്. സാപ്ലിൻസ്. അങ്ങനെ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു ബിൽഡ് കൂടി വന്നു ഗൈസ്. എന്നാണ് പണി നല്ലത് നിങ്ങൾ വിചാരിക്കുന്നത്? ഇവിടെ എങ്ങനെ ആക്കുക? ഇവിടെയും ഇവിടെ തെറ്റിപ്പോയി ഗൈസ്, അത് തെറ്റിപ്പോയി. അതവിടെ നീങ്ങുക. നീ അവിടെ നീങ്ങുക. അത് തെറ്റിപ്പോയി. ഓക്കെ, എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ഹാർബർ സ്റ്റാൻഡ് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് അതിവിടെ പ്ലേസ് ചെയ്യുക. ഈ ഒരു ഹാർമോസ് എല്ലാം എടുത്തിട്ട് ഒരു കോപ്പർ ബൂട്ട് എടുക്കുക ഗൈസ്. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇവനെ നമുക്ക് തരിച്ചിട്ട് നമ്മുടെ എമറാൾഡ് എൻ്റെ കയ്യിൽ. എന്നിട്ട് നമുക്കിവനെ പോസ്. ഓക്കെ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ ഗൈസ് നടന്നു. തലയിൽ ഹെൽമെറ്റ് എടുത്തിട്ട് ഇവൻ്റെ തലയിലുള്ള ഗൈസ് ഈ പാണ് ഗൈസ് ഇത് സെറ്റായത്. ഇതൊരു ട്രേഡിങ് ഹാളാണ്. നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഒരു ഹാർമർ സ്റ്റാൻഡിൽ എന്തെല്ലാം അതിന് വേണ്ടത് ഒന്നും കൂടി എനിക്ക് നോക്കാനുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ എമറാൾഡാണ് ഗൈസ് ഞാൻ തലയിൽ വെക്കുന്നത്. എനിക്കെൻ്റെ ട്രേഡിങ് ഹാള് ഞാൻ പുകഴ്ത്തി പറയുന്നതാണ് ഗൈസ്. എന്നതിന് വേണ്ടത് ഹാർമർ സ്റ്റാൻഡ്. ഹാർമർ സ്റ്റാൻഡ് ഇവിടെ ഇല്ലേ? അതെന്താണ് ചങ്ങാടി. എൻ്റെ ഹാർമർ സ്റ്റാൻഡ് എവിടെ? സോറി, ഹാർമർ സ്റ്റാൻഡ്. എൻ്റെ ഹാർമർ സ്റ്റാൻഡ് എവിടെ? എൻ്റെ ഹാർമർ സ്റ്റാൻഡ് കാണുന്നില്ല ഗൈസ്. ഹാർമർ സ്റ്റാൻഡ് ഇവിടെയും ഇല്ല. നമുക്ക് വേഗം പോയിട്ട് നമ്മുടെ സ്മൂത്ത് സ്റ്റോൺ എടുക്കാം. സ്മൂത്ത് സ്റ്റോണാണ് ആവശ്യം. സ്മൂത്ത് സ്റ്റോണും സ്റ്റിക്കും ആണെന്ന് തോന്നുന്നു. സ്റ്റിക്കും എടുത്ത് നമുക്ക് എൻ്റെ ട്രേഡിങ് ഹാളിൻ്റെ മുമ്പിൽ. ഓ ഗൈസ്, ഇവിടുന്ന് കാണുന്നതൊരു ലുക്കാണ് എൻ്റെ ട്രേഡിങ് ഹാൾ.
അവിടെ ഒരു വില്ലേജറും കൂടി വന്നാൽ സെറ്റാവും. ഞാൻ എന്നെ തന്നെ പുകറ്റി പറയുന്നതാണ് ഗൈസ്. ഇതിൻ്റെ അകത്തുണ്ടാവാനുള്ളതാണ്. അതെവിടെയുണ്ട്? പിന്നെ നമ്മൾക്ക് എവിടെ ഗൈസ്? ഗൈസ് അത് കാണുന്നില്ല. അങ്ങനത്തെ ഉണ്ടാക്കിയിട്ട് ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഞാനങ്ങനെ ഈ ഒരു ഹാർമർ സ്റ്റാൻഡിനെയും കൂടി ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി 3 ഹാർമർ സ്റ്റാൻഡ് നമ്മളെ കയ്യിലുണ്ട്. ഇത് നമുക്ക് നേരെ ഇവിടെ ഒന്നിനെ വെക്കാം. പിന്നെ എൻ്റെ മുകളിൽ പോയിട്ട് 2 ആൾക്കാരെ ഇവിടെ പണിയെടുക്കുന്നത് പോലെ വെക്കാം. ഇവരിൽ 2 ആളകത്തിൽ പണിയെടുക്കുന്നതിൻ്റെ ഇടയിൽക്കൂടെ വേണമെങ്കിൽ കൈമ സ്റ്റിക്കും കൊടുക്കുക. നീ എടുത്തോ. നിനക്ക് ഹാർമർ പിന്നെ അയണെല്ലാം കംപ്ലീറ്റ് ആയിട്ടാകാം. എൻ്റെ അടുത്ത് 2 സ്മോൾ വന്നിട്ടുണ്ട്. ഇത് ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് ട്രൈ ചെയ്തെടുത്താണ്. മറ്റേവനില്ലേ എന്നായിരുന്നു എൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല. എപ്പോഴും കയ്യിലോട്ട് എടുത്തിട്ട് മോസ്റ്റ് റെസ്പോൺസീവ് ബ്ലോക്ക് നമുക്കിതിവിടെ വെച്ചാൽ കിടന്നുറങ്ങാം. എന്നിട്ട് നമുക്ക് ചെയ്യാനുള്ളത് എന്തെന്ന് വെച്ചാൽ ഡിസ്പോണായി ഗൈസ്. ലാമ ഡിസ്പോണായി ഗൈസ്. ഓ നോ നോ വേ ഗൈസ്. ഇല്ല നമുക്ക് ആ 4 എമറാൾഡിൻ്റെ അകത്തുനിന്നൊരു 3 എമറാൾഡ് എന്തിനാ ബാക്കിയില്ലേ എല്ലാം എടുക്കാം ഗൈസ്. നമ്മൾ പൈസപ്പെട്ട പവർ വരട്ടെയാണ് ഗൈസ്. പൈസപ്പെട്ട പവർ വരട്ടെ. 4 എമറാൾഡിങ് വാ. ഇനി നീ അങ്ങ് പോ. ഇനി നീങ്ങി പോ. പോലെ എന്താ ജമ്മു ഒയ്ക്കില്ലേ. പക്ഷെ എന്താ ജമ്മു കാട്ടു ചെമ്പകപ്പൂത്തോട്ടെ കാട്ടു തത്തമ്മ കേട്ടോട്ടെ. ഇനി നിന്നെ കൊണ്ടൊരു ഉപകാരമില്ല. നിനക്ക് പോവാം അല്ലേ? വേണ്ട. അങ്ങനെ വെറുതെ ഇടാം. നമ്മളങ്ങനെ അവൻ്റെ അടുത്ത് 6 കൂടി വാങ്ങിയിട്ടുണ്ട്. നമ്മളൊരു സംഭവമാണല്ലോ. അങ്ങനത്തെ 24 ബ്ലോക്ക് ഗൈസ് എൻ്റെ കയ്യിലോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോയിട്ട് ഈ ഒരു ഫിഷിനെ അതിൻ്റെ അകത്തേക്ക് ഇടാൻ പറ്റുമോ ഗൈസ്? അവൻ അവിടുന്ന് നീന്തി കളിക്കുന്നുണ്ട്. പാവം. നിൻ്റെ കൂട്ടുകാരാരുമില്ലേ? സോറി ബോയ്, എനിക്ക് കൂട്ടുകാരില്ല. നിൻ്റെ കൂട്ടുകാരൻ്റെ ശവം ഞാൻ എടുക്കുക ഗൈസ്. ഇവിടുന്ന് കയറി വരുമ്പോൾ 2 ആൾക്കാരെ ഈ എമറാൾഡ് കൈമ പിടിച്ചിട്ട് എൻ്റെ ട്രേഡിങ് ആളാൻ തിരിപ്പിക്കുന്നതിന് എന്തൊരു ഭംഗിയാണ് നോക്കി ഗൈസ്. ഞാൻ എന്നെ തന്നെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് തന്നെ തോന്നിപ്പോയി ഗൈസ്. അത്രയും രസമുണ്ട് എന്നുള്ള ഈ ഒരു വഴിപാട് കേട്ടെ. അപ്പം നമ്മുടെ ഇന്നത്തെ ലെറ്റ്സ് പ്ലേ സീരീസ് അപ്പം നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ പോയിട്ട് നാളെ വാ. ബൈ.